ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ലൊരു ദിവസം ഈ ഈശോയുടെ നാമത്തിൽ നേരിടും. നിൻ്റെ ജീവിതത്തെ, ഇന്നത്തെ പ്രവർത്തന മേഖലകളെ കർത്താവ് സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 14-ാം അധ്യായം 3-ാം തിരുവചനം ഇങ്ങനെ പറയുകയാണ്: ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകും. യേശു ശിഷ്യന്മാരോട് പറയുന്നതാണ്. 2-3 കാര്യങ്ങൾ പറയാം. ഒന്ന്, ഞാൻ പോയി സ്ഥലമൊരുക്കും. അപ്പം നിങ്ങൾക്കൊരു സ്ഥലമുണ്ടാകും, അത് ക്രിസ്തു ഭംഗിയായിട്ട് ഒരുക്കുന്ന പറയാം. 3-ാമതായിട്ട് പറയാണ്, അവൻ വന്നിട്ട് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകും. ഈ ഒരുക്കപ്പെട്ടിരിക്കുന്ന സ്ഥലത്തേക്ക് ഈശോ വന്നിട്ട് കൂട്ടിക്കൊണ്ടുപോകും. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് വചനം തുടങ്ങുക. എന്നിട്ട് അതിൽ ഉത്തരവാണ്, അസ്വസ്ഥത വേണ്ടെന്നുള്ളൊരു ഉത്തരം പറയുക. ഞാൻ സ്ഥലമൊരുക്കി ആ സ്ഥലത്ത് നിന്നെ കൂട്ടിക്കൊണ്ടുപോയി അവിടെ ആക്കും. ഏതാ സ്ഥലം? സ്വർഗം. അതിൻ്റെ പ്രത്യേകത എന്നാ? ക്രിസ്തുവിൻ്റെ കൂടെ ആയിരിക്കും. നിങ്ങളെ എൻ്റെ കൂടെ ഞാൻ സെറ്റപ്പാക്കും. ഇന്ന് ഗുഡ് ഷെപ്പേർഡ് സൺഡേയാണ്. നല്ലവനായ കർത്താവ്, നല്ല ഇടയനായ കർത്താവിനെ ഓർക്കും, ചേർത്ത് പിടിക്കുന്ന കർത്താവിനെ ഓർക്കും. നിനക്ക് വില നൽകാൻ കാത്തിരിക്കുന്ന ഒരു ദൈവമുണ്ട്. അവന് നീ ഒരു വില നൽകുക. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പും. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിന്റെ നിറ സാന്നിധ്യത്തെ നന്ദിയോടുകൂടി ഓർക്കുക. ഈ വ്യക്തിയെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. നീ കൂടെയുണ്ടെന്നുള്ള ബോധ്യത്തിൽ, നീ പരിഗണിക്കുന്നുണ്ടെന്നുള്ള ബോധ്യത്തിൽ, നീ വിലയുള്ള വ്യക്തിയായിട്ട്, നിന്നെ വിലയുള്ള വ്യക്തിയായിട്ട് കരുതുന്നു എന്ന ബോധ്യത്തിൽ വളരുവാൻ ഈ വ്യക്തിയെ നീ അനുഗ്രഹിക്കണം. ഈ ദിവസത്തിന് വേണ്ട നന്മകളെ, കൃപകളെ, സംരക്ഷണം നൽകണം, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആരാധിക്കുമ്പോൾ അപദാനം പാടിട